ഒബ്സർവ് ചെയ്യുന്നതാണ് നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ എബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് എന്ത് ചേഞ്ചാണ്. ഒരുപാട് തരം ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ പൊസിഷൻ ഏറ്റവും കംഫർട്ടബിളായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നിടത്ത് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നു, ആ പർട്ടിക്കുലർ പൊസിഷനിൽ നിൽക്കാൻ സാധിക്കുന്നു. അതാണ് മെച്യൂരിറ്റി. ബാക്കി കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഹാപ്പനിങ്. നമ്മൾ ആ കറക്റ്റ് അലൈൻമെൻറ്റിൽ, ആ സെൻസിൽ നിൽക്കാൻ സാധിക്കണം. അവിടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൺട്രോളിലല്ല. ആ കറക്റ്റ് കൺട്രോളിൽ നമ്മൾ നിലനിർത്തുന്ന ഭാഗം, അത് നമ്മുടെ കൺട്രോളിലാണ്. ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൻ്റെ വൈബ്രേഷൻ്റെ സ്ട്രീമിങ്ങിൽ നമ്മളുണ്ടാകണം. അതാണ് ലൈഫിൻ്റെ റിച്ച്നെസ്സിൻ്റെ ഭാഗം. ഇത് എല്ലാ മനുഷ്യർക്കും ആകാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ആർക്കും പ്രിവിലേജസ് ഒന്നുമില്ല, ആർക്കുമില്ല. ആരെല്ലാം അവനവനെ ശ്രദ്ധിക്കുന്നു അവർക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടും. അല്ല, നമ്മൾ ശ്രദ്ധിക്കാന്ന് പറയുന്നതും അതിന്റെ ഇൻഫ്ലുവൻസ് തന്നെയല്ലേ ബോധത്തിന്റെ? ഓഫ് കോഴ്സ്, അത് നമ്മൾ പലതിൻ്റെ ഇൻഫ്ലുവൻസിലോട്ട് പോകാം. നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കർത്തൃത്വം ഇല്ല, കാരണം അതിന്റെ ഇൻഫ്ലുവൻസിലാണ് അത് സംഭവിക്കുന്നത്. അല്ല, നമുക്ക് കർത്തൃത്വം ഇല്ലെന്ന് പറയുമ്പോൾ ഞാനെന്ന് പറയുന്നതിന് അവിടെ വാലിഡിറ്റി ഇല്ല. ഞാനെന്ന് പറയുന്നത് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കർത്തൃത്വമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? അവിടെ ഒരു കുട്ടി ജനിക്കുന്നു, കുറച്ച് നാൾ കഴിയുമ്പോൾ മരിച്ചു പോകുന്നു, കുറേ നാൾ ചിലപ്പോൾ ക്രിമിനലായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ സോഴ്സുമായിട്ട് അലൈൻഡായിട്ട് നിന്ന് എക്സ്പീരിയൻസിൽ തുടരുന്നുണ്ടോ, അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ ഇവൻച്വലി കാലം കൊണ്ടുപോകും. കാലം എപ്പോഴും ഇങ്ങനെ ജനിക്കുന്നു, മരിക്കുന്നു. അതങ്ങനെ കാലചക്രത്തിൻ്റെ ഭാഗത്ത് പുൽക്കൊടി പോലെ ഇങ്ങനെ കേൾക്കുന്നു. ഞാൻ ചോദിക്കുന്ന അലൈൻഡായി നിൽക്കുന്നത് പോലെ, നമ്മൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ അലൈൻഡായി നിൽക്കുന്നു എന്ന് പോകുമ്പോഴും അവിടെ ഒരു ബോധത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഞാൻ കാണുന്നില്ല. കാരണം അല്ല, ഈ ബോധത്തിന്റെ ഇൻഫ്ലുവൻസിൽ തന്നെയാണ് എനിക്ക് ചേർന്ന് നിൽക്കാൻ തോന്നുന്നത്. അല്ല, ചേർന്ന് നിൽക്കാൻ തോന്നുന്നത്. ആ തോന്നുന്നത് ആർക്കാണ്? അതാണ് ഞാനെന്ന് പറയുന്നത്. ആർക്കാണ് തോന്നുന്നത് അതാണ് ഞാൻ. ആ തോന്നലിന്റെ പിന്നാലെ അഹങ്കരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അഹങ്കാരം വേണമെന്നില്ല. ഞാനെന്നുള്ള തോന്നലുള്ളതുകൊണ്ട് അഹങ്കാരം ഉണ്ടാകണമെന്നില്ല. അഹങ്കാരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അഹങ്കാരം നമ്മുടെ ഒരു ഈ റൂമിലിരിക്കുന്ന കേൾക്കുന്ന ബാക്കി 4 ആൾക്കും ഒരു കാര്യം പറഞ്ഞാൽ ഒരേമാതിരി ചേർന്ന് നിൽക്കാൻ പറ്റും. പക്ഷെ ഇതിൽ 3 ആള് ചേർന്ന് നിൽക്കാതിരിക്കുകയും ഒരാൾ ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോ അവിടെ, അതായത് ഒരാൾ മതിലും ചാരി നിൽക്കുന്നു. അപ്പൊ മതിലിൽ ചേർന്ന് നിൽക്കുന്നു. അപ്പൊ ഒരാൾ ഒന്ന് കേട്ടോണ്ട് നിൽക്കുന്നു. നമ്മൾ പറഞ്ഞത് കേൾക്കുന്നതിനല്ല, അത് മറ്റൊന്ന് കേട്ടോണ്ടിരിക്കുക. ഇപ്പം ഞാനിവിടെ സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും എല്ലാവരും പലതും കേൾക്കുന്നുണ്ടാവും. അവരുടെ ഉള്ളിൽ ചിന്ത കേൾക്കുന്നുണ്ടാവും. മനസ്സിലായി? അപ്പം അവരത് ചാരി നിൽക്കുക. മനസ്സിലായി? അവരുടെ ഉള്ളിലൊരു കേൾവിയുണ്ട്. അത് ഷട്ട് ഡൗൺ ചെയ്താൽ മാത്രമേ എന്നെ അവർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉള്ളിൽ കാഴ്ചയുള്ളവരുണ്ട്. അപ്പോൾ ഉള്ളിലൊരു കാഴ്ച, ഒരു ചിന്ത തോട്ടിലിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സെബാസ്റ്റ്യനാണ്, സെബാസ്റ്റ്യൻ ഇത്തരക്കാരനാണ്. പക്ഷെ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഭാഗം അവർ കേൾക്കുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ ഓൾറെഡി ഇംപ്രിൻ്റ് ആയിരിക്കുന്ന ഒരു നേരത്തെ ഉള്ളൊരു ആ എക്സ്പീരിയൻസിൻ്റെ റിഫ്ലക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവരുടെ കേൾവിയുണ്ട് എല്ലാവർക്കും. പക്ഷെ കേൾവി പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ എഫിഷ്യൻസി. നേരത്തെ കേട്ട കാര്യം പിന്നെ ഇങ്ങനെ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കേൾവിയിൽ അവർക്ക് ബോർഡം ഉണ്ടാവും. കാരണം കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ തന്നെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എഫിഷ്യൻസി ഉണ്ടാകണം. അല്ലെങ്കിൽ പറയും ഇവർ പറഞ്ഞ കാര്യം തന്നെയല്ലേ പിന്നെയും പറയുന്നത്. കാരണം എപ്പോഴും ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ശബ്ദത്തിനൊരു പവറുണ്ട്. മനസ്സിലായി? ഏത് ശബ്ദമാണെങ്കിലും അതിനൊരു പവറുണ്ട്. അതിൽ നിന്ന് നമ്മളെ പവർഫുൾ ആക്കുന്നത് ശ്രദ്ധിച്ചെടുക്കുന്നതാണ് നമ്മുടെ കപ്പാസിറ്റി.
നമുക്ക് വെളിച്ചമുണ്ട്, നമുക്ക് വെളിച്ചത്തിൻ്റെ റിഫ്ലക്ഷൻസും ഉണ്ട്. വെളിച്ചവും ഉണ്ട്, വെളിച്ചത്തിൻ്റെ റിഫ്ലക്ഷൻസും ഉണ്ട്. അപ്പോൾ വെളിച്ചത്തിൻ്റെ റിഫ്ലക്ഷൻസിനും വെളിച്ചത്തിൻ്റെ അരണ്ട കപ്പാസിറ്റി ഉണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ട് തെറ്റിദ്ധാരണകളുണ്ടാവും. നമ്മൾ ഡയറക്റ്റ് വെളിച്ചമാണ് നമ്മളുടെ ബോഡിയിൽ വർക്ക് ചെയ്യേണ്ടത്. റിഫ്ലക്ഷൻസ് വരുമ്പോൾ നമ്മളുടെ ഇൻഎഫിഷ്യൻസിയിലോട്ടാണ് പോകുന്നത്. മനസ്സിലായി? നമുക്ക് ഫുഡിൻ്റെ തന്നെ റിഫ്ലക്ഷൻസിന് അതിന്റെ സ്വഭാവം ഉണ്ടാവില്ല. ഇല്ല. കാരണം നമുക്ക് കണ്ണടയിൽ നോക്കി ഷേവ് ചെയ്യാൻ, കണ്ണടയിലുള്ള രൂപത്തിന് ഷേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. എക്സാക്ട്ലി. നമ്മൾ തന്നെയാണ് കണ്ണടയിൽ കാണുന്നത്, പക്ഷെ നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റില്ല. എക്സാക്ട്ലി. അപ്പം നമ്മൾ മനസ്സ് ഇത് തന്നെയാണ് മനസ്സ് ചെയ്യുന്നത്. അതെ. മനസ്സിൽ റിഫ്ലക്ഷൻ ആണ്. മനസ്സിൽ വെച്ചിട്ട് കളിക്കാൻ നോക്കുന്ന കളിയൊക്കെ വിഫലമാവുന്നതാണ്. ഒരു കണ്ണാടിയിൽ നോക്കി കണ്ണാടയിലുള്ള രൂപത്തിനെ ഷേവ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയാണ് മനസ്സിലൂടെ നമ്മൾ ഈ കാട്ടിക്കൂടുന്ന സകല വിക്രസും. അതെ. അപ്പം തലയിലോട്ടുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷൻ കുറയാൻ തുടങ്ങും. അപ്പോൾ ഇമേജസ് നമ്മളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. തലയിലോട്ടുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷൻ കുറയുന്നത് എന്തുകൊണ്ടാണ്? ഇമേജസിന് സ്ഥാനം കൊടുക്കുന്നത്. ഗ്രാവിറ്റി എക്സസ് ആകുന്നു, സ്പേസുമായിട്ടുള്ള കണക്ഷൻ കുറയുന്നു. വ്യക്തിക്ക് മാക്സിമം സ്പേസുമായിട്ടുള്ള കണക്ഷൻ, അലോട്ടഡ് സ്പേസുമായിട്ടുള്ള കണക്ഷൻ വേണം. എന്നാൽ മാത്രമേ പ്രാക്ടിക്കലി ആ വ്യക്തിയെ ആ ഗിവൺ സ്പേസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്പേസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹെവിനെസ് കൂടും, ഗ്രാവിറ്റി കൂടും. അപ്പോൾ അയാൾ ചില കാര്യങ്ങൾ തന്നെ അയാൾ ആവർത്തിച്ച് പറയുന്നത് കേൾക്കാം. അയാളൊരു പ്രത്യേക ഡയലമയിലാണ്. അയാളുടെ റിപ്പീറ്റ് സഫറിങ് ആയിട്ട് മാറും. അതുകൊണ്ട് അയാൾ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും അയാൾ നോക്കുന്നത്.